ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. ഓണക്കാലമായാൽ പകിട ഉരുണ്ടു തുടങ്ങും. തലമുറകൾ കൈമാറി വന്ന കോട്ടയത്തിന്റെ മങ്ങാത്ത ആവേശമാണ് പകിടകളി. മുട്ടം മാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ പകിടകളി ആവേശം കൂടി നമുക്ക് കണ്ടുവരാം. പുരാണങ്ങളിൽ രാജാക്കന്മാർ കളിച്ചിരുന്ന മത്സരം, പുരാണങ്ങളിലെ ഏറ്റവും വലിയ യുദ്ധമായ മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ച കളി, അതെ, പകിട തന്നെ. ആ പകിട കോട്ടയത്ത് ഇന്നും ഉരുളുന്നുണ്ട്. ഓരോ ഓണക്കാലത്തും പകിട പകിട 12 എന്ന് ഉറക്കെ ഉച്ചത്തിൽ കേൾക്കാം. തലമുറകൾ കൈമാറി വന്ന ആവേശപ്പെരുമയാണ് കോട്ടയംകാർക്ക് പകിടകളി. കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല കളി മനസ്സിലാക്കാൻ. നിയമങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ കുറച്ചൊന്ന് വട്ടം ചുറ്റിച്ചേക്കാം. ചെറിയ 2 കളങ്ങളില്ലേ, ആ കളത്തിനകത്ത് പകിട കടന്നാൽ ഫൗളായിരിക്കും. ഒരു പകിട കളത്തിന് ഒരു വരയ്ക്ക് പുറകിലാണെങ്കിലും ഫൗളാവും. 2 പകിടയും ഈ 2 കളത്തിന് ഇപ്പുറം വീഴണം. അങ്ങനെയാണ് നമ്മുടെ ഉരുട്ടുമ്പോഴുള്ള നിയമങ്ങൾ. പിന്നെ പകിട നല്ലതായിട്ട് തിരുമ്പി ഉരുട്ടണം. പിന്നെ ഒരേ എണ്ണം 2 പകിടയിൽ വീണാൽ നമുക്ക് വാരിക്കൽ കിട്ടും. അവർക്ക് 4 വലം വാരി കളിക്കാം ഒരേ എണ്ണമാണെങ്കിൽ. പിന്നെ അവരുടെ എതിർ ടീമിന് ഒരു കാ വെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരേ എണ്ണം വീഴുവാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും കളിക്കാം. അതിന് ലിമിറ്റേഷൻ ഇല്ല. അങ്ങനെയാണ് ഈ കളികൾ. കളിക്കളത്തിനകത്തേക്കാൾ ആവേശം കളത്തിന് പുറത്താണ്. കളിക്കളത്തെ ആവേശം പലപ്പോഴും കളിയെ നിയന്ത്രിക്കുന്നു. അടിപൊളി കളി. നീലംപേര് ജയിക്കും. ആവേശം ഞങ്ങളെ നീലംപേരിക്കാർ എന്നെ കപ്പ് കൊണ്ടുപോകത്തുള്ളൂ. അതുപോലത്തെ പോലെ നടക്കുന്നത്. എന്താ സന്തോഷം. ഞങ്ങളുടെ ടീമല്ല കളിക്കുന്നത്, ചേലാറ ഞങ്ങളുടെ ടീമല്ലേ. ഈ വർഷം കപ്പ് ഓരോ ഓണക്കാലത്തും കോട്ടയത്തെ പകിടകളി കളങ്ങൾ ഇങ്ങനെയായിരിക്കും. ഈ ആവേശവും ഈ പോരാട്ടവും ഈ പോരാട്ട വീര്യവും അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ ഓണക്കാലത്തും വീണ്ടും വീണ്ടും മനോഹരമായി ഈ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനും കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അരികിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഓണക്കാലം. അതുകൊണ്ട് നമ്മളിതാ ഒരു അവസാനമില്ലാതെ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. തിരുവോണം കഴിഞ്ഞെങ്കിലും ഒട്ടും ആവേശം ചോരാതെ തന്നെ.